സംസ്ഥാനത്തെ കാലവർഷം ഇന്ന് എത്തിയേക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി ആളുകളെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാവുമ്പ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പള്ളിക്കലാറ് കരകവിഞ്ഞ് ഒഴുകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് അതിന് സമീപത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ആഴമുണ്ട്. ഇത് ഈ പള്ളിക്കലാറിൻ്റെ ഈ കരകവിഞ്ഞിട്ട് ഒഴുകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് പുറകിലൊരു വീടും കാണാം. ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആംബുലൻസ് സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകളെ എല്ലാം നേരത്തെയൊക്കെ ഉരുളിക്കത്തൊക്കെ വെച്ചിട്ടാണ് ആളുകളെ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. ഈ കൂടുതൽ ഈ മഴ അതിശക്തമായി തുടരുകയാണ്. കരുനാഗപ്പള്ളി താലൂക്കിൽ ആണ് ഏറ്റവും കൂടുതൽ. കൊല്ലം താലൂക്ക് അതിന് 2ാം സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. കരുനാഗപ്പള്ളി താലൂക്കിലാണ് അതിരൂക്ഷമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചവറയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇപ്പോൾ പാവുമ്പ ഉൾപ്പെടുന്ന ഈ പ്രദേശമെല്ലാം സാധാരണഗതിയിൽ പള്ളിക്കലാറ് അതിൻ്റെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഡേഞ്ചറസ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 5 നദികളാണ് കൊല്ലം ജില്ലയിലുള്ളത്. അതിലേറ്റവും ഈ ആഴമുള്ളതും അതേപോലെ തന്നെ ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നത് പള്ളിക്കലാറാണ്. ആര്യ രാജ്കുമാർ, മഴ ഈ രീതിയിൽ തുടർന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് കൊല്ലത്തെ സ്ഥിതി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ക്യാമ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഈ രാജ്കുമാർ പറഞ്ഞതുപോലെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തീർച്ചയായും ഇപ്പോൾ തന്നെ ഏതാണ്ട് 3000-ഓളം ആളുകൾ കൊല്ലം ജില്ലയിലെ വിവിധ ക്യാമ്പുകളിലായിട്ടുള്ളത്. 700-ഓളം കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇവർ. ഈ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ ഇപ്പോൾ പാവുമ്പയിൽ തന്നെ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള ഇത് ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സ്കൂളുകൾ ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നു. അനൗൺസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ഓരോ വീടുകളിലെത്തി അടിയന്തരമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവരെ മാറാനാണ് നിർദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കാണാം അതിശക്തമായിട്ടുള്ള ഒഴുക്ക്. ഇപ്പോൾ ഒരു വീട്ടുകാർ തന്നെ ആശങ്കയിലാണ്. നമുക്ക് ദാണ്ട ഇദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അതിശക്തമായ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയും. ഇത് നദിയേത് തോടേത് അല്ലെങ്കിൽ ജനവാസ മേഖല ആൾക്കാർ സഞ്ചരിക്കുന്ന വഴി എന്നുപോലും അറിയാൻ കഴിയാത്ത വിധം ഇവിടെ ജലം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ ഈ നിലയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇതൊരു പ്രളയമായി ചെറിയൊരു പ്രളയമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ആശങ്കയിലാണോ? വെള്ളം ഉയരുന്നതിനെ കുറിച്ചുള്ള ആശങ്കയുണ്ടോ? എന്താ നിങ്ങളുടെ ഒരു അനുഭവം? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു മഴയുടെ സ്ഥിതി? വെള്ളം എല്ലാത്തേക്കാട്ടും വെള്ളം കൂടുതലാണ്. എല്ലാത്തേക്കാളും വെള്ളം കൂടുതലാണ്. എന്നത്തേക്കാളും വെള്ളം കൂടുതലാണ്. ഇപ്പോൾ മൈസൂരി പോയി കഴിഞ്ഞാൽ താമസം മാറേണ്ട അവസ്ഥയാണ്. മുമ്പ് ഇത്രയും വെള്ളം വന്നിട്ടില്ല. മുമ്പ് ഇത്രയും വെള്ളം വന്നിട്ടില്ല. ജനങ്ങൾ ഈ പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണ്. ഈ സമീപം ഞാൻ സൂചിപ്പിച്ചതുപോലെ സന്തോഷേ, ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടോ? നിലവിൽ ഇവിടെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്ന സ്ഥിതി എന്താ? നമ്മുടെ പ്രളയ സമയത്ത് 267 കുടുംബങ്ങളാണ് പാവുമ്പ പാലമൂട് അമൃത UPSൽ ക്യാമ്പിൽ എത്തിച്ചത്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് തഴവയിൽ ഒരു അഭയകേന്ദ്രമുണ്ട്. ഇന്നലെ മുതൽ അവിടെ ആളുകളെ ആക്കിയിട്ടുണ്ട്. പാവുമ്പ പ്രദേശത്തുള്ളവർ കൂടുതൽ ക്ഷീരകർഷകരൊക്കെ ആയതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാവുമ്പ അമൃത സ്കൂളിൽ ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും സജീവമായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ കൊല്ലത്തെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കും. വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇനി മഴ തുടർന്നാൽ അവസ്ഥ കൂടുതൽ ശോചനീയമാകുമെന്നാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.